അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനിയായ ഈശായുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു. അതിന് ശമൂവേൽ, ഞാൻ ഇങ്ങനെ പോകും, ശൗൽ കേട്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുചെന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറക. ഈശായിയെയും യാഗത്തിന് ക്ഷണിക്കുക. നീ ചെയ്യേണ്ടതെന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബേത്ലഹേമിൽ ചെന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ അവൻ്റെ വരവിങ്കിൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ശുഭം തന്നെ. ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവീനെന്ന് പറഞ്ഞു. അവൻ ഈശായിയെയും അവൻ്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടിട്ട്, യഹോവയുടെ മുൻപാകെ അവൻ്റെ അഭിഷിക്തൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ ഈശായി അബീനാദാബിനെ വിളിച്ചു ശമൂവേലിൻ്റെ മുമ്പിൽ വരുത്തി. അപ്പോൾ അവൻ, യഹോവ ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈശായി ശമ്മയെയും വരുത്തി. ഇവനെയും യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഈശായി 7 പുത്രന്മാരെ ശമൂവേലിൻ്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഈശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനിയും ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഈശായിയോട്, ആളയച്ചവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ചവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ്, ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അപ്പോൾ ശൗലിൻ്റെ ഭൃത്യന്മാർ അവനോട്, ദൈവം അയച്ച ഒരു ദുരാത്മാവ് നിന്നെ ബാധിക്കുന്നുവല്ലോ. ആകയാൽ കിന്നരവായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിപ്പാൻ തിരുമനസ്സുകൊണ്ട് അടിയങ്ങൾക്ക് കൽപ്പന തരണം. എന്നാൽ ദൈവത്തിങ്കൽ നിന്ന് ദുരാത്മാവ് തിരുമേനിമേൽ വരുമ്പോൾ അവൻ കൈകൊണ്ട് വായിക്കുകയും തിരുമേനിക്ക് ഭേദം വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. ശൗൽ തൻ്റെ ഭൃത്യന്മാരോട്, കിന്നരവായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിച്ചു കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ബാലിക്കാരിലൊരുത്തൻ, ബേത്ലഹേമിനായ ഈശായുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നരവായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു. യഹോവയും അവനോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ശൗൽ ഈശായുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ആടുകളോടുകൂടെ ഇരിക്കുന്ന നിന്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കൽ അയക്കണം എന്ന് പറയിച്ചു. ഈശായി ഒരു കഴുതയെ വരുത്തി അതിൻ്റെ പുറത്ത് അപ്പം, ഒരു തുരുത്തി വീഞ്ഞ്, ഒരു കോലാട്ടിൻകുട്ടി എന്നിവ കയറ്റി തൻ്റെ മകൻ ദാവീദ് വശം ശൗലിന് കൊടുത്തയച്ചു. ദാവീദ് ശൗലിൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ മുൻപാകെ നിന്നു. അവൻ അവനോട് വളരെ സ്നേഹമായി. അവൻ അവൻ്റെ ആയുധവാഹകനായി തീർന്നു. ആകയാൽ ശൗൽ ഈശായുടെ അടുക്കൽ ആളയച്ചു. ദാവീദിനോട് എനിക്കിഷ്ടം തോന്നിയിരിക്കുകൊണ്ട് അവൻ എൻ്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറയിച്ചു. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടുമാറും.